هدانا لهذا وما كنا لنهتدي لولا أن هدانا الله ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم ذلك الكتاب لا ريب فيه هدى للمتقين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹുവിന്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും നമ്മിലേവരിലും സദാ വർഷിക്കുമാറാകട്ടെ. കാരുണ്യവാനായ റബ്ബിന്റെ വിധിയും വിലക്കും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കാൻ അല്ലാഹു നമ്മെ ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നശ്വരമായ ഈ ലോക ജീവിതത്തിന്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അല്ലാഹുവിന്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അല്ലാഹുവിന്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്ന് എന്നോടും നിങ്ങളോടും സ്നേഹത്തിന്റെ ഭാഷയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ റമദാൻ മാസം നമ്മിലേക്ക് അടുത്തിരിക്കുകയാണ്. മാസങ്ങളിൽ ഏറെ പവിത്രമായ പേരുകൊണ്ട് തന്നെ പരിശുദ്ധി പുറത്തു കാണിക്കുന്ന യഥാർത്ഥ വിശ്വാസമുള്ള ആളുകൾ ആ മാസത്തെ പുൽകാൻ ഒരുപാട് സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്നൊരു മാസം. അതിനോടടുക്കുമ്പോൾ പുണ്യത്തിന്റെ പൂക്കാലമെന്ന് എല്ലാ സംഘടനകളിലുമുള്ള പ്രഭാഷകർ വിശേഷിപ്പിക്കുന്ന ഒരു മാസം. ആ മാസത്തിന് ഇത്രമാത്രം പ്രാധാന്യം വരാൻ കാരണം എന്താണ്? ഇത്രത്തോളം മഹത്വം ആ മാസത്തിന് മാത്രം കൽപ്പിക്കപ്പെടാൻ കാരണം എന്താണ് എന്ന് ആ മഹത്വം നൽകിയ പടച്ചോൻ തന്നെ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലാഹു പറയുന്ന സൂറത്തുൽ ബഖറയിൽ شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. നിശ്ചയം റമദാൻ മാസം, ആ റമദാൻ മാസത്തിലാണ് പരിശുദ്ധ ഖുർആനിന്റെ അവതരണമുണ്ടായത്. ആ പരിശുദ്ധ ഖുർആൻ അവതരിച്ചത് എന്തിനു വേണ്ടിയാണ്? മനുഷ്യ ജന്മങ്ങൾക്ക് മുഴുവൻ, മനുഷ്യരാശിക്ക് മുഴുവൻ നേർമാർഗം കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ്. നന്മയും തിന്മയും ഏതാണെന്ന് വളരെ വ്യക്തമായി മനുഷ്യന് വേർതിരിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ്. ആ റമദാൻ മാസത്തിൽ അതിന്റെ
പവിത്രതയുടെ പ്രധാനപ്പെട്ട കാരണം പരിശുദ്ധ ഖുർആനിന്റെ അവതരണമാണ് എന്നതാണ് ഖുർആൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രിയപ്പെട്ടവരെ, ഈ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനവും അതുമായി ബന്ധപ്പെട്ട ഈ പരിപാടിയുമെല്ലാം റമദാനിന്റെ തൊട്ടു മുമ്പ് വെച്ചത് എന്തുകൊണ്ടും പ്രസക്തമാണെന്ന് തോന്നുകയാണ്. കാരണം ഖുർആനുമായി നാം ഏറ്റവും കൂടുതൽ ബന്ധം പുതുക്കേണ്ടതും ഖുർആനുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നതുമായ ഒരു മാസം. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. ആ ഖുർആനിന്റെ അവതരണം ഉണ്ടായത് കൊണ്ടാണ് ലൈലത്തുൽ ഖദ്റിന് 1000 മാസത്തേക്കാൾ പവിത്രതയുണ്ടായത് എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്നു. ഖുർആൻ ഇറങ്ങിയ മാസം, ഖുർആൻ ഇറങ്ങിയ ദിവസം എല്ലാം ഈ ഒരു മാസത്തിലാണ്. പരിശുദ്ധ ഖുർആൻ യഥാർത്ഥത്തിൽ മനുഷ്യരാശിയിൽ നിന്ന് ആവശ്യപ്പെടുന്ന, മനുഷ്യരാശിയിൽ നിന്ന് പരിഹാരം തേടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിലുണ്ട് എന്നുള്ളതാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും, വൈയക്തിക, കുടുംബ, സാമ്പത്തിക, സാമൂഹ്യ മേഖലകളിൽ അവൻ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികൾക്കുമുള്ള യഥാർത്ഥമായ പരിഹാരം പരിശുദ്ധ ഖുർആനിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എല്ലാ പ്രവാചകന്മാർക്കും അവരുടെ സമുദായം അവരിൽ വിശ്വസിക്കാൻ പ്രാപ്തമായ ഒരു മുഅ്ജിസത്ത് അല്ലാഹു നൽകും. എനിക്ക് അവൻ നൽകിയ മുഅ്ജിസത്ത് പരിശുദ്ധ ഖുർആനാണ്. പ്രവാചകന്മാർക്ക് നൽകപ്പെടുന്ന മുഅ്ജിസത്തുകൾ, ആ മുഅ്ജിസത്തുകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ട് ഇങ്ങോട്ട് റസൂലുകൾ അവരുടെ സമുദായങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അവർക്ക് അള്ളാഹു നൽകിയ മുഅ്ജിസത്തുകൾ ഏതെങ്കിലും ഒരു കഴിവ് അങ്ങോട്ട് കൊടുക്കല്ല. നീ പോകുമ്പോ തൽക്കാലത്തേക്ക് ഇത് പിടിച്ചോ എന്ന് പറഞ്ഞാൽ കൊടുക്കല്ല. മറിച്ച് ആ പ്രവാചകൻ പോകുന്ന പ്രബോധിത സമുദായത്തിന്റെ സ്വഭാവത്തിനനുസരിച്ചുള്ള മുഅ്ജിസത്താണ് എന്നും പ്രവാചകന്മാർക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത്. അതിന്റെ വളരെ വ്യക്തമായ ഉദാഹരണമാണ് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു നൽകിയ 2 കഴിവുകൾ, പ്രധാനപ്പെട്ട 2 കഴിവുകൾ എന്താണ്? ഒന്ന്, അദ്ദേഹം ആടുകൾക്ക് പച്ചിലകൾ അടിച്ചിട്ട് കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു വടിയാണ്. ആ വടി താഴെ ഇട്ടാൽ പാമ്പായി മാറും. രണ്ടാമത് അദ്ദേഹത്തിന്റെ സ്വന്തം കൈയാണ്. അത് കക്ഷത്തിൽ വെച്ച് പുറത്തേക്ക് എടുത്താൽ ഇങ്ങനെ പ്രകാശിക്കും. ഈ 2 മുഅ്ജിസത്താണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു നൽകിയത്. നമ്മൾ ഇങ്ങനെ ആലോചിച്ച് നോക്കുക, എന്തിനാണ് ഇങ്ങനെ ഒരു മുഅ്ജിസത്ത്? വടി നിലത്തിട്ടാൽ പാമ്പാവുന്ന, കൈ പ്രകാശിക്കുന്ന ഒരു മുഅ്ജിസത്തുമായി എന്താണ് ആ സമുദായത്തിന് ബന്ധം? ആ ബന്ധം മനസ്സിലാവണമെങ്കിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫിറഔന്റെ മുന്നിലേക്ക് വന്ന ഈ 2 മുഅ്ജിസത്തുകളും കാണിച്ചു കൊടുത്തപ്പോ ഫിറഔനിന്റെ സദസ്സിലുണ്ടായിരുന്ന, രാജദർബാറിൽ ഉണ്ടായിരുന്ന പ്രമുഖന്മാരും പ്രമാണിമാരും ഫിറഔനോട് പറഞ്ഞ വർത്തമാനം മാത്രം ധാരാളമാണ്. യഅതൂക ബികുല്ലി സാഹിരിൻ അലീം. ഇവൻ പഠിച്ച കള്ളനാണ്, ഇവൻ ഏറ്റവും നല്ല സിഹ്ർ പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത്, മാരണം പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. എന്തിനാണ് ഈ മാരണം ഇവൻ പഠിച്ചത്? യുരീദു അൻ യുഖ്രിജകും മിൻ അർദികും ഫമാദാ തഅമുറുൻ. അങ്ങയുടെ രാജാധികാരത്തെ പിടിച്ചെടുക്കുകയും അങ്ങയെയും അങ്ങയുടെ ആളുകളെയും ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യാനാണ് മൂസ ഇങ്ങനെ ഒരു മാരണവിദ്യയുമായി വന്നത് എന്ന് ഫിറഔനിന്റെ ആളുകൾ പറഞ്ഞു കൊടുക്കാൻ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, മാരണവിദ്യയും കൺകെട്ട് വിദ്യയും സിഹ്റുമെല്ലാം രാജാധികാരം നേടുന്നതിനും രാജാധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്നതിനും മാത്രം പ്രാധാന്യം അറിയിച്ച ഒന്നായതുകൊണ്ടാണ് ഫിറഔനിന്റെ കൊട്ടാരത്തിലുള്ള ആളുകൾ അത്തരത്തിലൊരു അവലോകനം നടത്തിയത്. അതുകൊണ്ട് തന്നെയാണ് അവർ ആ വിഷയത്തിൽ ഭയപ്പെട്ടതും. എന്നിട്ട് അതിന്റെ പ്രതിവിധിയായി അവർ ചെയ്തത് എന്താണ്? ഇവരെക്കാൾ നന്നായി മാരണം കാണിക്കുന്ന, മൂസയേക്കാൾ നന്നായി മായാജാല വിദ്യകൾ പയറ്റുന്ന അങ്ങയുടെ കീഴിലുള്ള മാരണവിദ്യക്കാരെ മുഴുവനും ഒരുമിച്ച് കൂട്ടുക. എന്നിട്ട് ഇവര് തമ്മിൽ ഒരു മത്സരം നടത്തട്ടെ. നിപുണരായ അങ്ങയുടെ മാരണവിദ്യക്കാർക്ക് മുന്നിൽ ഈ മൂസ തോറ്റു തുന്നം പാടിക്കഴിഞ്ഞാൽ പിന്നെ ഈ വിദ്യയുമായി പ്രജകൾക്കിടയിൽ കടന്നു ചെന്നുകൊണ്ട് ഒരു കലാപം ഉണ്ടാക്കാനോ ഒരു ഭരണ അട്ടിമറി ഉണ്ടാക്കാനോ അവന് സാധിക്കില്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്യുക. അങ്ങനെ ഫിറഔനിന്റെ കൽപ്പന പ്രകാരം
മാരണവിദ്യക്കാരങ്ങനെ വന്നു തടിച്ചുകൂടി. അവര് ഫിറഔന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, ഖാലു ഇന്ന ലനാ ലഅജ്റൻ ഇൻ കുന്നാ നഹ്നുൽ ഗാലിബീൻ. ഖാല നഅം വഇന്നകും ലമിനൽ മുഖറബീൻ. ഞങ്ങൾ ജയിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അങ്ങ് പ്രതിഫലം തരില്ലേ? ഫിറഔന്റെ മറുപടി, തീർച്ചയായും പ്രതിഫലം നൽകുകയും ചെയ്യും, മാത്രമല്ല നിങ്ങൾ പിന്നെ എന്റെ സാമീപ്യക്കാരായിരിക്കും. അങ്ങനെ അവർ മത്സരം തുടങ്ങാൻ അവരവരുടെ കയ്യിലുള്ള വടികളും കയറുകളും എല്ലാം താഴേക്കിട്ടപ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വടി പാമ്പായതുപോലെ അവരുടെ വടികളും കയറുകളും എല്ലാം പാമ്പുകളായി ഇഴഞ്ഞു നീങ്ങാൻ തുടങ്ങുന്നതാണ്. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ കയ്യിലുള്ള വടി താഴേക്കിട്ടു. അവിടെ എന്താണ് സംഭവിച്ചത്? എന്താണ് മാരണമെന്നറിയുന്ന, എന്താണ് കൺകെട്ട് വിദ്യ എന്നറിയുന്ന ആ മാരണ വിദ്യയിലെ നിപുണന്മാർ അവരുടെ പ്രതികരണം എന്തായിരുന്നു? വഉൽഖിയ സഹറതു സാജിദീൻ ഖാലൂ ആമന്നാ ബിറബ്ബിൽ ആലമീൻ റബ്ബി മൂസാ വഹാറൂൻ. ആ സാഹിര്യങ്ങൾ അതാ സുജൂദിലേക്ക് വീഴുകയാണ്. അവർ പറയുകയാണ്, ആമന്നാ ബിറബ്ബിൽ ആലമീൻ, ഞങ്ങൾ ലോകത്തിന്റെ രക്ഷിതാവിൽ വിശ്വസിച്ചിരിക്കുകയാണ്. റബ്ബി മൂസാ വഹാറൂൻ, മൂസയും ഹാറൂനും ഏതൊരു രക്ഷിതാവിലാണോ വിശ്വസിച്ചിരിക്കുന്നത്, ഏതൊരു രക്ഷിതാവിലേക്കാണോ ഞങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്, ആ രക്ഷിതാവിൽ ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുകയാണ് എന്ന് ആ മാരണക്കാരോട് പ്രഖ്യാപിക്കുകയാണ്. ഇവിടെ ഞാൻ ഈ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറഞ്ഞത്, മൂസാ നബിക്ക് അള്ളാഹു കൊടുത്ത മുഅ്ജിസത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? ആ നാട്ടിൽ പ്രചാരമുള്ള, ആ നാട്ടിലുള്ള ആളുകൾ വളരെ പ്രധാനമായി കാണുന്ന ഒരു വിഷയവുമായി സാമ്യമുള്ള മുഅ്ജിസത്താണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു നൽകിയത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ അദ്ദേഹം അന്ധനെ കാഴ്ച തിരിച്ചു നൽകിയിട്ടുണ്ട്, വെള്ളപ്പാണ്ടുകാരനെ സുഖപ്പെടുത്തിയിട്ടുണ്ട്, കുഷ്ഠരോഗക്കാരന് ശിഫ നൽകിയിട്ടുണ്ട്, മരിച്ച ആളുകളെ ജീവിപ്പിച്ചിട്ടുണ്ട്. എല്ലാം ബിഇദ്നില്ല, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം, ബിഇദ്നി, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം. എന്തുകൊണ്ടാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അത്തരത്തിലുള്ള കഴിവ് നൽകിയത്? ആ കാലഘട്ടത്തെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യശാസ്ത്ര പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും നടത്തുന്ന ഒരു സ്ഥലമായിരുന്നു റോമ സാമ്രാജ്യം, റോം. അവിടേക്കാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വരുന്നത്. അദ്ദേഹത്തിന് അള്ളാഹു ആ കാലഘട്ടത്തിലെ വൈദ്യന്മാർക്കൊന്നും അറിയാത്ത, ആ കാലഘട്ടത്തിൽ മാത്രമല്ല ഈ കാലഘട്ടത്തിലും ഇന്നും മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലാത്ത രോഗത്തിന്റെ പരിഹാരം ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൈകളിലൂടെ അള്ളാഹു നൽകി. ആ കാലഘട്ടത്തിൽ എത്ര വലിയ നിപുണനായ വൈദ്യനും മറികടക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഹീലിംഗ് പവർ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്ജിസത്തായി നൽകി എന്നുള്ളതാണ്. അതെന്തിനു വേണ്ടിയാണ്? പ്രബോധിത സമുദായത്തിന് കാര്യം ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടിയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്ത് എന്താണ്? പരിശുദ്ധ ഖുർആനാണ്. പക്ഷേ മൂസാ നബിയിൽ നിന്നും ഈസാ നബിയിൽ നിന്നും വ്യത്യസ്തമായി റസൂലുള്ളാഹിക്ക് ഒരു പ്രത്യേകതയുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് വിശാലമാണ്, മാത്രമല്ല ഡൈനാമിക്കുമാണ്, മാറി മാറി വരുന്ന ഒരു സമുദായം. റസൂലിന്റെ കാലത്തുള്ള കാര്യങ്ങളല്ല ഇപ്പോൾ ഒരിക്കലും പ്രധാനമായുള്ളത്. എക്കാലത്തും പ്രസക്തമായി നിലനിൽക്കേണ്ട ഒരു മുഅ്ജിസത്താകണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകുന്നത് എന്നുള്ള ഒരു കാര്യം, എന്നൊരു പ്രശ്നം അവിടെ ഉണ്ട്. പക്ഷെ പരിശുദ്ധ ഖുർആൻ അതിന് വ്യക്തമായ മറുപടിയാണ് എന്നതാണ് സത്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്തായിരുന്നു? വളരെ പ്രധാനപ്പെട്ട അവരുടെ വിഷയം എന്ന് പറയുന്നത് സാഹിത്യമാണ്. അവരെ ആവേശം കൊള്ളിച്ചതും അവരുടെ ആവേശം കെടുത്തിയതും യുദ്ധങ്ങൾ ഉണ്ടാക്കിയതും യുദ്ധങ്ങൾ നിറച്ചതും എല്ലാം കവിതകളിലൂടെയും എഴുത്തുകളിലൂടെയുമാണ്. അവിടെ ഏറ്റവും വലിയ സ്ഥാനമാനങ്ങൾ അലങ്കരിച്ചിരുന്നത് എഴുതാനും വായിക്കാനും അറിയുന്ന, നന്നായി സംസാരിക്കാൻ അറിയുന്ന ആളുകളുടെ ഹൃദയത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന ആളുകളാണ്. സുഹൈൽ ഇബ്നു അംറിനെ പോലെയുള്ള പിന്നീട് ഇസ്ലാം സ്വീകരിച്ച സ്വഹാബികൾ, അവരുടെയൊക്കെ പ്രത്യേകത തന്നെ ഏറ്റവും നന്നായി സംസാരിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നല്ല സംസാരിക്കാൻ കഴിവുള്ള ആളായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നല്ലോണം സംസാരിക്കാൻ കഴിവുള്ള ആളായിരുന്നു. സാഹിത്യം വളരെ പ്രധാനമായിരുന്ന ഒരു സമുദായത്തിലേക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. പക്ഷെ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. പ്രവാചകൻ ഉമ്മിയാണ്, എഴുതാനും വായിക്കാനും അറിയില്ല. റസൂലിന് മുഹമ്മദ് എന്ന് എഴുതി കൊടുത്താൽ അത് വായിക്കാൻ പ്രവാചകൻ അറിയില്ല. ഹുദൈബിയ സന്ധി എഴുതുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗത്ത് നിന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ് എഴുതുന്നത്.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയപ്പോ സുഹൈൽ ഇബ്നു അംർ അദ്ദേഹമാണ് അപ്പുറത്തെ ഭാഗത്ത് നിന്ന് സന്ധിക്ക് വന്നത്. അദ്ദേഹം പറഞ്ഞു, റഹ്മാൻ റഹീം എന്ന ദൈവത്തെ ഞങ്ങൾക്ക് പരിചയമില്ല, ബിസ്മില്ലാഹ് മതിയാകും. അപ്പോ റസൂലുള്ളാഹി അലിയോട് പറയാണ്, അലി ഇതിലേതാണ് റഹ്മാൻ റഹീം, നീ ഇതൊന്ന് വായിക്കും, ഇതിലേതാണ് റഹ്മാൻ റഹീം. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു വായിച്ചു കൊടുക്കാൻ. പിന്നീട് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് എഴുതിയപ്പോ സുഹൈൽ ഇബ്നു അംർ പറഞ്ഞു, ഇതിലേതാണ് അലി? സുഹൈൽ ഇബ്നു അംർ പറഞ്ഞു, റസൂലുള്ളാഹ് ആണ് നീ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന, പിന്നെ ഈ സന്ധിന്റെ ആവശ്യമില്ലല്ലോ, ഞങ്ങളത് അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ഖുറൈശികളും മുഹമ്മദ് അത്ര മതി, മുഹമ്മദും തമ്മിലുള്ള സന്ധി അത്രമാത്രം മതി. അവിടെ റസൂലുള്ളാഹ് എന്ന് എഴുതിയ വാക്ക് ഏതാണെന്ന് തിരിച്ചറിയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എഴുത്തും വായനയും അറിയുമായിരുന്നില്ല. ഉമ്മിയായ, എഴുതാനും വായിക്കാനും അറിയാത്ത നിരക്ഷരനായ പ്രവാചകൻ എങ്ങനെയാണ് സാഹിത്യ കുതുകികളായ എലക്കൻസിന്റെ സാഹിത്യ സാമ്രാട്ടിന്റെ സാമ്രാജ്യമായ മക്കയിൽ ഏത് രീതിയിലാണ് പിടിച്ചു നിൽക്കുക എന്ന വലിയൊരു പ്രശ്നം അവിടെയുണ്ട്. പക്ഷേ ലോകത്തിന്റെ രക്ഷിതാവ് സകല തലച്ചോറുകൾക്കും ഭാഷകൾ പഠിപ്പിച്ചു കൊടുത്ത, സകല തലച്ചോറുകൾക്കും വാക്കുകൾ ക്രമീകരിക്കാനുള്ള സകല വിദ്യാഭ്യാസവും നൽകിയ ലോകത്തിന്റെ രക്ഷിതാവ്, ആ രക്ഷിതാവിന്റെ വാക്കുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രബോധിത സമുദായത്തോട് സംസാരിക്കാൻ പോകുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞു, ഖുൽ, നബിയെ പറയണം, ഈ ഖുർആനിനെ മുൻനിർത്തി അവരോട് പറയണം. എന്താണ് പറയേണ്ടത്? ലൈൻ ഇജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ അൻ യഅതു ബിമിസ്ലി ഹാദൽ ഖുർആൻ لا يأتون بمثله ولو كان بعضهم لبعض ظهيرا. മനുഷ്യരും ജിന്നുകളും മുഴുവൻ ഒരുമിച്ച് കൂടിയാലും അവർ പരസ്പരം സഹായിച്ചാലും ഈ ഖുർആനിന് സമാനമായ ഒന്ന് കൊണ്ടുവരാൻ, ഈ ഖുർആനിന്റെ സാഹിത്യത്തിന് സമാനമായ ഒന്ന് കൊണ്ടുവരാൻ, ഈ ഖുർആനിന് സമാനമായി ഇതിനെ കിടപിടിക്കുന്ന, ഇതിനെ മറികടക്കുന്ന ഒന്ന് കൊണ്ടുവരാൻ ജിന്നുകളും ഇൻസുകളും മുഴുവനും ഒരുമിച്ച് പരിശ്രമിച്ചാലും സാധ്യമല്ല തന്നെ. وَإِن كُنتُمْ فِي رَيْبٍ مِّمَّا نَزَّلْنَا عَلَى عَبْدِنَا فَأْتُوا بِسُورَةٍ مِّن مِّثْلِهِ وَادْعُوا شُهَدَاءَكُم مِّن دُونِ اللَّهِ إِن كُنتُمْ صَادِقِينَ. നിരക്ഷരനായ നമ്മുടെ ഈ അടിമക്ക് നാം അവതരിപ്പിച്ചു കൊടുത്ത പരിശുദ്ധ ഖുർആനിന്റെ ദിവ്യത്വത്തിൽ നിങ്ങൾ സംശയാലുക്കളാണെങ്കിൽ നിങ്ങൾ ഈ വെല്ലുവിളി ഏറ്റെടുത്തുകൊള്ളുക. ഇതിന് സമാനമായ ഒരു അധ്യായമെങ്കിലും നിങ്ങൾ രചിച്ചു കൊണ്ടുവരിക. ഒറ്റക്ക് വേണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സഹായികളെ, സാക്ഷികളെ മുഴുവനും വിളിച്ചുകൊള്ളുക. നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ. എന്നിട്ട് അല്ലാഹു പറയാണ്, നിങ്ങളത് ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലും നിങ്ങളത് ചെയ്യാതെ പോകുന്നില്ല. അല്ലാഹുവിന്റെ ആയത്തുകൾക്ക് നേരെ വെല്ലുവിളി ഉതിർക്കുന്നവരെ നിങ്ങൾ അറിയുക, ഭീമാകാരമായ നരകത്തിന്റെ അഗ്നിയെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക. പച്ച മനുഷ്യരും കല്ലുകളും കത്തിക്കപ്പെടുന്ന സത്യനിഷേധികൾക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ട ആ ഭീമാകാരമായ നരകത്തെ കുറിച്ച് നിങ്ങൾ ബോധവാന്മാരായി കൊള്ളുക. ആരോടാണ് ഈ പറയുന്നത്? കഅബാലയത്തിന്റെ ചുറ്റിലും വായിച്ചാൽ കണ്ണഞ്ചി പോകുന്ന സുന്ദരമായ കവിതകൾ എഴുതി വെക്കുന്ന വിദ്യാസമ്പന്നരായ മക്കയിലെ കവി കുതുകികളോടാണ് നിരക്ഷരനായ ഒരു മനുഷ്യന്റെ നാവിലൂടെ അള്ളാഹു വെല്ലുവിളി നടത്തുന്നത്. കാലം 1.5 സഹസ്രാബ്ദം കഴിഞ്ഞു. ദശകങ്ങളും നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങളും കടന്നുപോയിട്ടും ഇന്ന് വരെ ഒരു കവി സാമ്രാട്ടിനും ഈ ഒരു പരിശുദ്ധ ഖുർആനിന്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അല്ലാഹു അക്ബർ. ആ കാലഘട്ടത്തിൽ പരിശുദ്ധ ഖുർആൻ മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഈ ഖുർആനിനെ എതിർത്ത ആളുകൾ ഒളിച്ചിരുന്നു കൊണ്ട് ഈ ഖുർആനിന്റെ വശ്യസുന്ദരമായ വചനങ്ങൾ ആസ്വദിച്ചു എന്നുള്ളതാണ്. ഒളിച്ചിരുന്നു കൊണ്ട് അവര് പോലും അറിയാതെ ചില സന്ദർഭങ്ങളിൽ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ അവരുടെ ഹൃദയങ്ങളെ കീഴ്പ്പെടുത്തി എന്നുള്ളതാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അബിസീനയിലേക്ക് 1ാമത്തെ ഹിജറ മുസ്ലിങ്ങൾ പോയതിനു ശേഷം കഅബാലയത്തിന്റെ പരിസരത്ത് വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ നജ്മ് പാരായണം ചെയ്തു. സൂറത്തുൽ നജ്മിന് ഒരു പ്രത്യേകതയുണ്ട്.
പ്രാസം ഒപ്പിച്ചുള്ള അർത്ഥമറിയാത്ത ആളുകൾ പോലും ഓതാൻ ഇഷ്ടപ്പെടുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ നജ്ം. വളരെ സുന്ദരമായ കേൾക്കാൻ ഇമ്പമുള്ള ഒരു സൂറത്ത്. മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറബി നല്ല ഗ്രാഹിയുണ്ട് അറബിയിൽ. പ്രവാചകൻ ഇതിങ്ങനെ ഈ സൂറത്ത് ഇങ്ങനെ പാരായണം ചെയ്യാൻ തുടങ്ങിയപ്പോ അവിടെ കാബയ്ക്ക് ചുറ്റിലും നടന്നിരുന്ന ആളുകളൊക്കെ നിശബ്ദരായി. അവിടെ സംസാരിച്ചുകൊണ്ടിരുന്ന ആളുകളൊക്കെ നിശബ്ദരായി. എല്ലാവരും ചെവി കൂർപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വചനങ്ങളിൽ ഇങ്ങനെ ശ്രദ്ധിച്ചു കേട്ടു. അവസാനം ആ സൂറത്ത് അവസാനിക്കുന്നത് തിലാവത്തിന്റെ സുജൂദിലാണ്. ഫസ്ജുദൂ ലില്ലാഹി വഅബ്ദൂ. ഈ ആയത്ത് ഓതിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ സുജൂദിലേക്ക് പോയപ്പോ ഇസ്ലാമിന്റെ ബദ്ധവൈരികളായ കൊടിയ ശത്രുക്കളായ ഒരുപാട് ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അറിയാതെ സുജൂദിലേക്ക് പോയി. ഈ ഒരു സംഭവം പിന്നീട് അവരെ പെട്ടെന്ന് എഴുന്നേറ്റ് പൊടി തട്ടി ബോധം വന്നപ്പോൾ എഴുന്നേറ്റ് പോയി എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഈ ഒരു സംഭവം നാട് മുഴുവൻ പരന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മതത്തിൽ ഖുറൈശി കൂട്ടങ്ങൾ മുഴുവനും വിശ്വസിച്ചു എന്ന കിംവദന്തി അബിസീനയിലേക്ക് എത്തുകയും അബിസീനയിൽ നിന്ന് ഏതാനും മുസ്ലിങ്ങൾ സന്തോഷത്തോടെ മക്കയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. അന്നൊരു വാർത്ത എത്തിയിട്ട് അതിന്റെ മറുവാർത്ത എത്തുമ്പോഴേക്കും മാസങ്ങൾ കഴിയും. ഇന്നങ്ങനെയല്ല. ഇന്ന് നമുക്ക് ഫോണിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി, മിനിറ്റുകൾ മാത്രമേ വേണ്ടുള്ളൂ. പക്ഷെ അന്ന് അങ്ങനെയല്ല. ഒരു കാര്യം ദൂരദിക്കിലേക്ക് പറഞ്ഞറിയിക്കണമെങ്കിൽ ഒരാൾ അവിടെ സഞ്ചരിച്ചെത്തേണ്ട ദൂരമുണ്ട്. ഈ വാർത്ത കേട്ട ഉടനെ അബിസീനയിൽ നിന്ന് കുറെ ആൾ ഇങ്ങോട്ട് മക്കയിലേക്ക് തന്നെ തിരിച്ചു വന്നു. അവര് പിന്നീട് തടവിലാക്കപ്പെട്ടു. ഒരുപാട് സഹാബികൾ പിന്നീട് തടവിലാക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഖുർആനിനെ പരസ്യമായി വിമർശിക്കുന്ന ഇസ്ലാമിന്റെ ബദ്ധവൈരികളും ബദ്ധശത്രുക്കളുമായ ആളുകൾ പോലും രഹസ്യമായി പരിശുദ്ധ ഖുർആനെ ആസ്വദിച്ചിരുന്നു എന്നുള്ളതാണ്. ആ കാലഘട്ടത്തിലെ വെല്ലുവിളിക്ക് പരിശുദ്ധ ഖുർആൻ സുന്ദരമായി മറുപടി പറഞ്ഞു. ഇനി വരും കാലമാണ്. വരും കാലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? വിജ്ഞാന വിസ്ഫോടനമാണ്. നമ്മൾ ഇന്നിവിടെ നിൽക്കുന്നത്, ഈ സംസാരിക്കുന്ന മൈക്ക്, ഈ കത്ത് നിൽക്കുന്ന ലൈറ്റുകൾ, നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണുകൾ, നമ്മൾ സഞ്ചരിച്ചു വരുന്ന മോട്ടോർ വാഹനങ്ങൾ, നമ്മൾ കാണുന്ന TV, നമ്മൾ ഉപയോഗിക്കുന്ന IT ടെക്നോളജികൾ എല്ലാം മനുഷ്യൻ നേടിയെടുത്ത വിജ്ഞാനത്തിന്റെ പ്രത്യേകതയാണ്. മനുഷ്യൻ അല്ലാഹു നൽകിയ ഏതാനും ഗ്രാമുകൾ തൂക്കമധികമുള്ള സിനാപ്സുകൾ കൂടുതലുള്ള തലച്ചോറിന്റെ പ്രത്യേകതയാണ്. അതിൽ അവൻ നേടിയെടുത്ത വിജ്ഞാനത്തിന്റെ പ്രത്യേകതയാണ്. ഇനിയുള്ള കാലം വിജ്ഞാന വിസ്ഫോടനത്തിന്റെ കാലഘട്ടമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫലബുൽ ഇൽമി ഫരീദതൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമത്തിൻ. അറിവ് നേടുകയും തേടുകയും ചെയ്യുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെയും മുസ്ലിമത്തിന്റെയും ബാധ്യതയാണ്. ഇൽമ് എന്ന് പറയുന്നത് ഒരു മുസ്ലിമിന്റെ കളഞ്ഞുപോയ നിധിയാണ്. അതെവിടെയെങ്കിലും അവൻ കണ്ടെടുക്കുകയാണെങ്കിൽ അവൻ ആ സദസ്സിൽ പോയി ഇരുന്നു കൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ഇൽമ്? എന്താണ് ഇൽമ്? ഖുർആനും ഹദീസും ഏറ്റവും പവിത്രമായ ഇൽമാണ്. അതോടൊപ്പം തന്നെ ഭൗതിക വിദ്യാഭ്യാസവും ഇൽമിൽ പെടും. പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാത്രി മുഴുവൻ കരയിപ്പിച്ച ആയത്ത്. ഒരു രാത്രി മുഴുവൻ ഒരുപോലെ കണ്ണടക്കാതെ കരയിച്ച ആയത്ത്. രാത്രി മുതൽ ബിലാൽ റളിയല്ലാഹു അൻഹു സുബ്ഹ് നമസ്കാരത്തിന് ബാങ്ക് വിളിക്കാൻ വരുന്നത് വരെ പ്രവാചകൻ നമസ്കാരത്തിന്റെ സ്ഥലത്ത് നിന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് അവിടുത്തെ താടിരോമങ്ങളും അവിടെ നിന്നിരുന്ന മൺതരികളും മുഴുവൻ നനഞ്ഞു കുതിർന്ന ഒരാഴ്ച. ആയത്തേതാണ് ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. നിശ്ചയം ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ രാത്രിയുടെയും പകലിന്റെയും മാറി മാറിയുള്ള വരവിൽ ബുദ്ധിയുള്ള ജനങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന് അല്ലാഹു പറയുന്ന ആ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞതിനെ കുറിച്ച്? ലഖദ് നസലത അലയ്യ ലൈല ആയ വൈലുൽ ലിമൻ ഖറഅഹാ വലം യതഫക്കറു ഫീഹാ. എനിക്ക് ഇന്നലെ അവതരിച്ച ആയത്ത്, ആ ആയത്ത് ചിന്തിക്കാതെ പാരായണം ചെയ്യുന്നവർക്ക് നാശം. ആയത്തിന്റെ പ്രത്യേകത എന്താണ്? അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ആയത്ത്. അള്ളാഹുവിന്റെ മഹാത്മ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ആയത്ത്. പ്രിയപ്പെട്ടവരെ, ആകാശത്തേക്ക് ടെലിസ്കോപ്പ് ഇട്ട് നോക്കിയാൽ നമുക്ക് പടച്ചവനെ കാണാൻ കഴിയില്ല. പിന്നെ അള്ളാഹുവിന്റെ കഴിവിന്റെ അപാരതയെ കുറിച്ച് എവിടെയാണ് നമ്മൾ മനസ്സിലാക്കുക? നമ്മുടെ ശരീരത്തിലൂടെയാണ്, ചുറ്റുപാടുമുള്ള നിരീക്ഷണത്തിലൂടെയാണ്, നമ്മുടെ ഗവേഷണത്തിലൂടെയാണ്, പഠനത്തിലൂടെയാണ്. ആ പഠനം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാണ് പരിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചിരുന്നത്. 1-ാം നൂറ്റാണ്ട് മുതൽ 10-ാം നൂറ്റാണ്ട് വരെയുള്ള മുസ്ലിം ഉമ്മത്തിലെ നേതാക്കന്മാർ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി മനസ്സിലാക്കുകയും അവർ വിജ്ഞാനത്തിന്റെ മേഖലയിൽ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുകയും ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങൾ രചിക്കുകയും ഇന്ന് മെഡിക്കൽ
മെഡിക്കൽ സയൻസ് ഉപയോഗിക്കുന്ന പല ശാഖകളിലുമുള്ള അടിത്തറ അവർക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്തു പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രതീകങ്ങളായ ആളുകൾ. പക്ഷെ മുസ്ലിങ്ങൾ എപ്പോഴോ ഭൗതിക ലാഭത്തിനു വേണ്ടിയും സുഖത്തിനു വേണ്ടിയും യഥാർത്ഥ ആദർശങ്ങളും ആശയങ്ങളും മറന്നു. ലക്ഷ്യബോധമില്ലാത്തവരായി മാറി. നൂലറ്റുപോയ പട്ടത്തെ പോലെ ആകാശത്തിൽ കാറ്റിന്റെ ഗതിക്കനുസരിച്ച് പാറിക്കളിക്കുന്ന ലക്ഷ്യബോധമില്ലാത്തവരായി മാറിയപ്പോ അവർക്ക് ഇവിടെ ഒരു പേര് കിട്ടി, OBC, അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി. ഒരിക്കലും ഒരു മുസ്ലിമിന് വരാൻ പാടില്ലാത്ത പേരാണ്. ഒരിക്കലും ഒരു മുസ്ലിമിന് ഉണ്ടാവാൻ പാടില്ലാത്ത പേരാണ്. നമ്മുടെ വീടിന്റെ ഷെൽഫുകളിൽ പരിശുദ്ധ ഖുർആൻ ഉണ്ടെങ്കിൽ നമുക്കൊരിക്കലും അഭികാമ്യമല്ലാത്തൊരു നാമമാണിത്. കാരണം ഇത്രത്തോളം അറിവിനെ പ്രോത്സാഹിപ്പിച്ച, ഇത്രത്തോളം അറിവിന്റെ മഹാസാഗരങ്ങളിലേക്ക് മനുഷ്യ മനസ്സുകളെ കൈപിടിച്ചു കൊണ്ടുപോയ മറ്റൊരു ഗ്രന്ഥം ഈ ലോകത്തില്ല പ്രിയപ്പെട്ടവരെ. ഇത്രത്തോളം വ്യക്തി ജീവിതത്തിൽ പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടിയ മറ്റൊരു ഗ്രന്ഥം ഈ ലോകത്തില്ല, നമുക്ക് കാണാൻ കഴിയില്ല. എത്രത്തോളം വ്യക്തി ജീവിതത്തെ പരിശുദ്ധ ഖുർആൻ സ്വാധീനിച്ചിട്ടുണ്ട് നമുക്കറിയാം. എത്ര ചരിത്രങ്ങളാണ്, എത്ര ഉദാഹരണങ്ങളാണ് നമ്മുടെ മുന്നിൽ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ആളുകൾ പറയുമായിരുന്നു ഖത്താബിന്റെ കഴുത ഇസ്ലാം സ്വീകരിച്ചാലും ഉമർ ഇസ്ലാം സ്വീകരിക്കൂല. കാരണം ഇസ്ലാമിനോട് അത്രത്തോളം വൈരമുണ്ടായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്. അതിന്റെ കാരണം അദ്ദേഹം കുറച്ചൊരു ധാർമ്മിക ബോധമുള്ള ഒരു മനുഷ്യനായിരുന്നു. മക്കയിൽ കാണുന്നത് വലിയ വലിയ ആളുകൾ പരസ്പരം ഏറ്റുമുട്ടുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും കുഴപ്പങ്ങൾ ഉണ്ടാവുന്നതുമാണ്. മക്കയിൽ ഭിന്നിപ്പുണ്ടാവാൻ ഇത് കണ്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു സ്വാഭാവികമായി ചിന്തിച്ചു, എന്തിനാണ് സമാധാനപരമായി മുന്നോട്ട് പോകുന്ന ഒരു നാട്ടിൽ ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഭിന്നിപ്പുണ്ടാക്കുന്നത്, ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അവസാനം ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകനെ കൊല്ലാൻ പോകുമ്പോ, പ്രവാചകനെ വധിക്കാൻ തീരുമാനിച്ച് റസൂലിനെ കൊല്ലാൻ പോകുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു ന്യായം എന്താണെന്നറിയോ? നബിയെ മുഹമ്മദിനെ കൊന്നാൽ ഒരുപക്ഷെ ഹാഷിം കുടുംബം എന്നെ തിരിച്ചു കൊല്ലുമായിരിക്കും, ഞാൻ മാത്രമേ മരിക്കുള്ളൂ, ഞാൻ ഒരാൾ മരിക്കുള്ളൂ. പക്ഷെ ഞാൻ ഈ കൊലപാതകം ഇപ്പൊ നടത്തിയിട്ടില്ലെങ്കിൽ ഇവിടെ ഒരുപാട് മയ്യത്തുകൾ കുമിഞ്ഞുകൂടാൻ പോകുന്നു, ഒരുപാട് ആളുകൾ മരിക്കാൻ പോകുന്നു, ഈ സമൂഹത്തിൽ വലിയ ഭിന്നിപ്പുണ്ടാകുന്നു. അതുകൊണ്ട് നല്ലത് മുഹമ്മദിനെ ഞാൻ കൊല്ലുകയാണ്. നല്ലൊരു ഉദ്ദേശത്തോടെയാണ് ഉമർ റളിയല്ലാഹു അൻഹു പോകുന്നത്, ആ കൊലക്ക് തയ്യാറായത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ വഴി തിരിച്ചു വിട്ടുന്നുള്ളതാണ്. അദ്ദേഹം പ്രവാചകനെ കൊല്ലാൻ അർഖമിന്റെ വീട്ടിലേക്ക് പോകുന്നതിന് പകരം സ്വന്തം പെങ്ങൾ ഫാത്തിമയുടെ വീട്ടിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു പോവാൻ. ആ സമയത്ത് അവിടുന്ന് ഫാത്തിമയും അവരുടെ ഭർത്താവും ഖുർആൻ ഓതി പഠിക്കുകയായിരുന്നു. വാതിലിന്റെ പുറത്തു നിന്ന് ചില മർമ്മര ശബ്ദങ്ങൾ കേട്ട ഉമർ റളിയല്ലാഹു അൻഹു വാതിൽ തള്ളി തുറന്നു. അപ്പോഴേക്ക് അവർ ആ ഏട് ഒളിപ്പിച്ചു വെച്ചു. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് നിങ്ങൾ പാരായണം ചെയ്തുകൊണ്ടിരുന്നത്? എന്താണ് നിങ്ങൾ പാരായണം ചെയ്തുകൊണ്ടിരുന്നത്? ഒന്നുമില്ല, അവര് കളവ് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു ഫാത്തിമയുടെ ഭർത്താവിനെ മർദ്ദിക്കാൻ തുടങ്ങി. മർദ്ദിച്ചുകൊണ്ടിരിക്കുമ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ ശത്രുവേ, ഞങ്ങൾ ഇതാ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു, നിന്റെ മൂക്കിന്റെ തുമ്പത്ത് വെച്ച് ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? നീ കൊല്ലുമായിരിക്കും, നീ കൊന്നാൽ ഞങ്ങൾ ഷഹീദുകളാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയമില്ല എന്ന് പറഞ്ഞു. ആ പെണ്ണിന്റെ പൊട്ടിത്തെറി, ഇതുവരെ കാണാത്ത ആ പെണ്ണിന്റെ കണ്ണിലുള്ള ഒരു ശൗര്യം ഉമർ റളിയല്ലാഹു അൻഹു ഒരു സെക്കൻഡ് ചിന്തിപ്പിച്ചു. ഒരു നിമിഷം അദ്ദേഹത്തോടൊന്ന് ആലോചിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, എന്ത് ഗ്രന്ഥമാണ് നിങ്ങൾ വായിക്കുന്നത്? എത്ര വലിയ സ്വാധീനമാണ് ആ ഗ്രന്ഥം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാക്കുന്നത്? ആ ഗ്രന്ഥം എനിക്ക് നൽകൂ. അദ്ദേഹത്തിന് നൽകപ്പെട്ടു. അദ്ദേഹം ആ ഗ്രന്ഥത്തിൽ അദ്ദേഹത്തിന് നൽകപ്പെട്ട 7 പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ത്വാഹയിലെ വരികളായിരുന്നു. അദ്ദേഹം അത് പാരായണം ചെയ്തു. ത്വാഹ മാ അൻസൽനാ അലൈക ഖുർആൻ ലിതഷ്കാ ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ തൻസീലൻ മിമ്മൻ ഖലഖൽ അർള വസ്സമാവാതി ഉലാ. ത്വാഹ, ഈ പരിശുദ്ധ ഖുർആൻ അവതരിച്ചത് അങ്ങയെ വേദനിപ്പിക്കാനല്ല, അങ്ങയെ സങ്കടപ്പെടുത്താനല്ല, നിർമാർഗത്തിലേക്ക് നയിക്കുന്ന ഉന്നതമായ ആകാശങ്ങളുടെ പടച്ചവനായ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അവതീർണമായി പരിശുദ്ധ ഖുർആൻ ആ ത്വാഹയുടെ വരികളിലൂടെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സഞ്ചരിച്ചു. ദശകങ്ങളോളം ഇരുട്ട് മൂടിക്കിടന്നിരുന്ന
അന്ധകാരത്തിന്റെ ഈറ്റില്ലമായിരുന്ന ഉമറിന്റെ ഹൃദയത്തിലെ അന്ധകാരങ്ങൾ രാത്രിയുടെ കറുത്ത ചീടുകൾ പോലെ പൊട്ടിച്ചിതറി മാറാൻ തുടങ്ങി. പരിശുദ്ധ ഖുർആനിന്റെ വെളിച്ചം ആ ഹൃദയത്തിലേക്ക് കടന്നു. നിറഞ്ഞ കണ്ണുകളോടെ, മിടിക്കുന്ന ഹൃദയത്തോടെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നെ പ്രവാചകന്റെ അടുത്തേക്ക് കൊണ്ടുപോകും, എന്നെ റസൂലിന്റെ അടുത്തേക്ക് കൊണ്ടുപോകും. അർഖമിന്റെ വീട്ടിൽ റസൂലുള്ളാഹിന്റെ സവിധത്തിലേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൊണ്ടുപോയപ്പോ അവിടുന്ന് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്നക റസൂലുള്ളാഹ്. ഞാൻ അല്ലാഹുവല്ലാതെ മറ്റൊരു ആരാധ്യനില്ല എന്ന് ഇവിടുന്ന് സാക്ഷ്യം വഹിക്കുന്നു. അങ്ങ് അല്ലാഹുവിന്റെ പ്രവാചകനാണെന്നും ഞാൻ ഇതാ റസൂലെ സാക്ഷ്യം വഹിക്കുകയാണ്. അവിടുന്ന് അങ്ങോട്ട് ഉമർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, നമ്മൾ പറയുന്നത് സത്യമല്ലേ, പിന്നെ എന്തിന് ഈ വീട്ടിൽ ഒളിച്ചു നിൽക്കണം? ഈ അർഖമിന്റെ വീട്ടിൽ ഒളിച്ചു പറയേണ്ടതല്ലോ ഇത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ഇസ്ലാം സ്വീകരണത്തിന് ശേഷമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മുദ്രാവാക്യവുമായി മക്കയുടെ തെരുവീതികളിലൂടെ നടന്നത്. ആ കൂട്ടത്തിൽ അടിമകളുണ്ട്, അമ്മാർ ഇബ്നു യാസിർ ഉണ്ട്, ഖബ്ബാബ് ഉണ്ട്, ബിലാൽ ഉണ്ട്, യാസറുല്ലാഹുണ്ട്. ഇവരെല്ലാം ഉണ്ട്. അശരണരായ, ആലംബഹീനരായ, ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത, സമൂഹ മധ്യത്തിൽ ഒരു സ്ഥാനവുമാനവുമില്ലാത്ത, ആർക്കും ഏത് നിമിഷവും എങ്ങനെയും വർദ്ധിക്കാൻ കഴിയുന്ന നിരാലംബരായ സഹാബികൾ. അവരൊരാൾ പോലും തൊടാൻ തയ്യാറായില്ല. അവരുടെ നേർക്കേക്ക് ഒരു കടുകുമണി വലിപ്പത്തിലുള്ള കല്ലെറിയാൻ പോലും ആളുകൾ തയ്യാറായില്ല. കാരണം മുന്നിൽ നിൽക്കുന്നത് ഉമറാണ്. ഉമർ എന്ന ഇസ്ലാമിന്റെ പ്രതീകമാണ്. പരിശുദ്ധ ഖുർആനിന്റെ ഏതാനും ആയത്തുകൾ മാത്രമാണ് ഉമറിനെ ഇത്രത്തോളം മാറ്റിയത്. പ്രിയപ്പെട്ടവരെ, അവിടുത്തെ ചരിത്രം, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ചരിത്രം എത്രമാത്രം സുന്ദരമാണ്. അവസാനത്തെ ഹജ്ജ് കഴിഞ്ഞ് അദ്ദേഹം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, നാഥാ, എന്റെ എല്ലുകൾക്ക് ബലം ക്ഷയിച്ചിരിക്കുന്നു, എന്റെ മുടികൾ നരച്ചിരിക്കുന്നു, എന്റെ അഭിപ്രായങ്ങൾ ഇതാ ഛിന്ന ഭിന്നമായിരിക്കുന്നു എന്ന് പറഞ്ഞ് അല്ലാഹുവിനോട് നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അധിക കാലം കഴിഞ്ഞില്ല ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മരണം സംഭവിക്കാൻ. വയറ്റത്തും ആഴമുള്ള കുത്ത് കിട്ടിയിട്ട് കട്ടിലിൽ കിടക്കുന്ന സമയം ഉമർ റളിയല്ലാഹു ചോദിക്കാണ്, ആരാണ് എന്നെ കുത്തിയത്? ആരാണ് എന്നെ കുത്തിയത്? ഇന്ന ആളാണ് കുത്തിയത്, അഗ്നി ആരാധകനാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ സ്തുതി. ഒരു മുസ്ലിമിന്റെ കൈ കൊണ്ട് മരിക്കേണ്ട ദൗർഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ മരണക്കിടക്കയിൽ നിന്ന് സമാധാനിച്ച മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പാതിരാവിൽ ആരും കാണാതെ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ തന്റെ പ്രജകളുടെ വീടുകൾ സന്ദർശിച്ച്, തന്റെ പ്രജകൾ താമസിക്കുന്ന വീടുകൾക്കിടയിലൂടെ നടന്ന് പട്ടിണിയുണ്ടോ, പരിവട്ടമുണ്ടോ, പ്രയാസങ്ങളുണ്ടോ എന്ന് അന്വേഷിച്ചിരുന്ന മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖുർആൻ ഉണ്ടാക്കിയ വ്യക്തി ജീവിതത്തിലെ മാറ്റമാണ് പ്രിയപ്പെട്ടവരെ. ഫുദൈൽ ഇബ്നു ഹംദല എന്ന് പറയുന്ന താബിയായ ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിന്റെ പ്രത്യേകത അതിക്രൂരനായ ഒരു മനുഷ്യൻ, എന്തും ചെയ്യാൻ മടിക്കാത്തൊരു മനുഷ്യൻ. എല്ലാ ദിവസങ്ങളിലും എന്തെങ്കിലും ഷണ്ട കൂടുന്ന, രക്തം കാണാതെ ഉറക്കം വരാത്തൊരു മനുഷ്യൻ. എല്ലാ ദിവസവും എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കും. ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ ആ പെണ്ണിന്റെ മാനം കവരാതെ അയാൾ വിടുന്ന പരിപാടിയില്ല. മുഴുക്കുടിയനാണ്, ഒരു മാറ്റവും ജീവിതത്തിലില്ല. അങ്ങനെ ഒരു രാത്രി തന്റെ അയൽപക്കത്തെ വീട്ടിൽ താമസിക്കുന്ന വൃദ്ധയായ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്നതിനു വേണ്ടി, അവരെ ലൈംഗികമായി ഉപയോഗിക്കുന്നതിനു വേണ്ടി വീടിന്റെ മേലാപ്പിലൂടെ അകത്തേക്ക് കയറാൻ നോക്കിയ ഫുദൈൽ ഇബ്നു ഹംദല ആ സ്ത്രീ ഖുർആൻ പാരായണം ചെയ്യുന്നത് കേട്ടു. ഏതാണ് ആയത്ത്? സൂറത്തുൽ ഹദീദിലെ ആയത്താണ്. അവർ പാരായണം ചെയ്യുകയായിരുന്നു, അലം യഅനിലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ്. വിശ്വാസികൾക്ക് സമയമായിട്ടില്ലേ അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയാൽ, അവനെ കുറിച്ചുള്ള ഭയത്താൽ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ, അവൻ അവതരിപ്പിച്ച പരിശുദ്ധ സത്യത്തിൽ വിശ്വസിക്കാൻ വിശ്വാസികൾക്ക് നേരമായിട്ടില്ലേ എന്ന ആയത്ത് എത്രയോ തവണ കേട്ടിരിക്കുന്നു. പക്ഷേ ഇന്ന് ആയത്ത് ഫുദൈലിന്റെ ഹൃദയത്തോട് സംസാരിച്ചു, ഫുദൈലിന്റെ മനസ്സിനോട് സംസാരിച്ചു. അയാൾ പുറകോട്ട് മാറി പുതിയൊരു ജീവിതത്തിലേക്ക്. ഇനി പിന്നീട് മരണം വരെ അയാൾ മദ്യപിച്ചിട്ടില്ല, ഒരാളോടും ഷണ്ട കൂടിയിട്ടില്ല, ഒരു ജീവനും അയാൾ അപഹരിച്ചിട്ടില്ല. അത്തരത്തിൽ എത്രയോ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് അദ്ദേഹത്തിന്റെ സദസ്സിൽ എപ്പോഴും വന്നിരിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ, അദ്ദേഹത്തിന്റെ സംസാരങ്ങൾ കേൾക്കാൻ എപ്പോഴും വന്നിരിക്കുന്ന ഒരാൾ. അദ്ദേഹത്തെ കുറച്ചു നാളായിട്ട് കാണാനില്ല. ഉമർ അന്വേഷിച്ചു, എവിടെയാണ് അദ്ദേഹം, അയാൾ എവിടെ പോയി? ആളുകൾ പറഞ്ഞു, അയാളിപ്പോ പണ്ടത്തെ പോലെ ഒന്നല്ല,
താങ്കൾ കാണുന്ന പോലുള്ള മനുഷ്യനല്ല. അയാൾ കള്ളു കുടിച്ച് മദ്യപിച്ച് താൻ തോന്നിയായി ജീവിക്കാൻ, അയാൾക്ക് ഇപ്പൊ ഇസ്ലാമിനോടൊരു സ്നേഹമില്ല, പടച്ചവനെ കുറിച്ചൊരു വിചാരമില്ല, അയാൾ അങ്ങനെ താൻ തോന്നിയായി നടക്കാണ്. അയാളുടെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടണ്ട എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു അത് കൂട്ടാക്കിയില്ല. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് കത്തെഴുതി. ആ കത്തിൽ പരിശുദ്ധ ഖുർആനിലെ ഗാഫിരി ദംബി വഖാബിലി തൗബി ശദീദുൽ ഇഖാബി ദി തൗൽ ലാ ഇലാഹ ഇല്ലാഹു എന്ന ആയത്ത് എഴുതി ചേർത്തു. ആ കത്ത് അദ്ദേഹത്തിന് കയ്യിൽ കിട്ടിയപ്പോ അദ്ദേഹം ആ കത്തിന് മറുപടി അയച്ചു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ റബ്ബ്, ഈ വചനം എന്റെ ഹൃദയത്തെ ഒരുപാട് സ്വാധീനിച്ചിരിക്കുന്നു, ഈ വചനം എന്റെ ഹൃദയത്തെ ഒരുപാട് മാറ്റിയിരിക്കുന്നു. കാരണം തൗബ സ്വീകാര്യമാണ് എന്ന സന്തോഷ വാർത്തയും അതോടൊപ്പം നീളമുള്ള കഠിനമായ ശിക്ഷ കാത്തിരിക്കുന്നുണ്ട് എന്ന ഭീഷണിയും ഒരുമിച്ച് വന്ന ഈ ആയത്ത് എന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ നന്നായതാണ് ചരിത്രം. പ്രിയപ്പെട്ടവരെ, ഒരായത്ത് കൊണ്ട് നന്നായ ഒരുപാട് മനുഷ്യന്മാർ നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് മനുഷ്യന്മാർ മുസ്ലിങ്ങളുടെ വിഷയം മാത്രമല്ല, ആത്മഹത്യയുടെ വക്കിൽ നിന്ന് പരിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്ത് കൊണ്ട് രക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യൻ കേരളത്തിൽ ജീവിക്കുന്നുണ്ട്. കുടുംബത്തോടെ സ്വന്തം കുട്ടികളെയും കൊന്ന് ഭാര്യയും അയാളും ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചതാണ്. ആത്മഹത്യ ചെയ്യുന്നതിന്റെ മിനിറ്റുകൾക്ക് മുമ്പ് ആരോ എവിടെന്നോ നൽകിയ പരിശുദ്ധ ഖുർആന്റെ ഒരു കോപ്പി, ആ കോപ്പി എടുത്തൊന്ന് മറിച്ചു നോക്കിയതാണ്. അദ്ദേഹം കാണുന്നത് വലാ തഖ്തുലൂ ഔലാദകും മിൻ ഇംലാഖ് നഹ്നു നർസുഖുകും വഇയ്യാഹും, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ദാരിദ്ര്യമായി കൊന്നുകളയരുത്. നഹ്നു നർസുഖുകും വഇയ്യാഹും, നിങ്ങൾക്കും അവർക്കും നാമാണ് ഭക്ഷണം നൽകുന്നത്, നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾ എന്റെ കയ്യിലാണ് എന്ന പരിശുദ്ധ ഖുർആനിന്റെ വചനം ആ മനുഷ്യന്റെ ഹൃദയത്തെ ആഴത്തിൽ സ്വാധീനിക്കുകയും അയാൾ ഖുർആൻ അടച്ചു വെച്ച് തയ്യാറാക്കി വെച്ചിരുന്ന വിഷം കലർത്തിയ അത്താഴം വേസ്റ്റിൽ കൊട്ടി കുടുംബത്തോടൊപ്പം ഇന്നും അയാൾ ഇസ്ലാം സ്വീകരിച്ച് ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ ഒട്ടനവധി മനുഷ്യരുടെ ജീവിതത്തിൽ ഒരായത്ത് കൊണ്ട് വെളിച്ചം വീശിയിട്ടുണ്ട് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആനുമായി അടുപ്പമുള്ള ആളുകൾക്ക് അതറിയാം. പ്രിയപ്പെട്ടവരെ, ഒരായത്ത് ഒരു വിഷയമല്ല സംസാരിക്കുക. ഖുർആനിൽ ഓതുന്ന സമയത്ത് ഒരായത്ത് ഒരു വിഷയമല്ല, ഒരായത്ത് 1000 വിഷയങ്ങൾ നമ്മളോട് സംസാരിക്കും, 1000 കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കും. ആ ഖുർആൻ നമ്മുടെ കൂട്ടുകാരനാവും, നമ്മുടെ പിതാവിന്റെ സ്ഥാനത്ത് നിന്ന് സംസാരിക്കും, നമ്മുടെ ഗുരുനാഥന്റെ സ്ഥാനത്ത് നിന്ന് സംസാരിക്കും, നമുക്ക് വ്യക്തമായ കൽപ്പനകൾ നൽകുന്ന നമ്മുടെ ബോസിന്റെ സ്ഥാനത്ത് നിന്ന് പരിശുദ്ധ ഖുർആനെ സംസാരിക്കാൻ കഴിയും. പക്ഷെ ഇതൊക്കെ അനുഭവിക്കണമെങ്കിൽ ആ ഖുർആനുമായി നമുക്കൊരു അടുപ്പം ഉണ്ടാകേണ്ടതുണ്ട്, ആ ഖുർആനുമായി നമുക്കൊരു ഹൃദയബന്ധം ഉണ്ടാകേണ്ടതുണ്ട്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ അവന് ലഭിക്കുന്ന അറ്റമില്ലാത്ത അനുഗ്രഹങ്ങൾക്കപ്പുറം നാളെ പരലോകത്ത് അവനെ കാത്തിരിക്കുന്നത് വലിയ ബഹുമതികളാണ്, വലിയ ആദരവുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം രണ്ടാമത്തെ തവണ കാഹളത്തിൽ ഊതുമ്പോൾ ഖബറുകൾ മുഴുവനും തുറക്കും, എല്ലാ ഖബറുകളും തുറക്കും. ആ ഖബറുകളിൽ നിന്ന് അതിന്റെ ഖബറാളികൾ എഴുന്നേറ്റ് വരും, എല്ലാവരും എഴുന്നേറ്റ് വരും. എങ്ങനെയാണോ മരിച്ചത് ആ രീതിയിൽ ആളുകൾ ഇങ്ങനെ എഴുന്നേറ്റ് വരാൻ തുടങ്ങും. സുബ്ഹാനല്ലാഹ്, ആ രംഗം നിങ്ങൾ ആലോചിച്ച് നോക്ക്. കള്ളു കുടിച്ചിട്ടാണ് ഒരാൾ മരിച്ചതെങ്കിൽ കുടിയനായി കൊണ്ട് ആ ലഹരിയിൽ തന്നെ അയാൾ എഴുന്നേറ്റ് വരും. വ്യഭിചരിച്ചുകൊണ്ടാണ് ഒരാൾ മരിച്ചതെങ്കിൽ ആ രീതിയിൽ അവർ രണ്ടുപേരും എഴുന്നേറ്റ് വരും. വൃത്തികെട്ട ഹറാമുകൾ കണ്ടുകൊണ്ടാണ് ഒരാൾ മരിച്ചതെങ്കിൽ ആ രീതിയിൽ തന്നെ അയാൾ എഴുന്നേറ്റ് വരും. അള്ളാഹിന്റെ മുന്നിൽ തഹ്മീദും തസ്ബീഹുമായി കഴിഞ്ഞുകൂടുമ്പോഴാണ് ഒരാൾ മരിച്ചതെങ്കിൽ ആ രീതിയിൽ അയാൾ എഴുന്നേറ്റ് വരും. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ മരിച്ചതെങ്കിൽ ആ പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് തന്നെ അയാൾ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖുർആനിന്റെ അഹ്ലുകാർ അവർ നാളെ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് ഖബറിന്റെ പുറത്ത് അവരെയും കാത്ത് പരിശുദ്ധ ഖുർആൻ നിൽക്കുന്നുണ്ടാവും. വിവർണമായ രൂപത്തിൽ അവരെ കാത്തുകൊണ്ട് ഹദീസിൽ എങ്ങനെയാണത്? വിവർണനായ രൂപത്തിൽ ഒരു മനുഷ്യന്റെ രൂപത്തിൽ പരിശുദ്ധ ഖുർആൻ ഖബറിന്റെ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടാകും. ആ ഖബർ തുറന്ന് ഈ ഖബറാളി പുറത്തേക്ക് വരുമ്പോ പരിശുദ്ധ ഖുർആൻ ചോദിക്കും, നിനക്ക് എന്നെ അറിയോ? എന്നെ പരിചയമുണ്ടോ? അയാൾ പറയും, ഇല്ലല്ലോ. ആരാണ് നീ? എന്നാൽ നിനക്ക് എന്നെ പരിചയമുണ്ടോ? ശരിക്കൊന്ന് നോക്ക്. ഇല്ല, എനിക്ക് നിന്നെ പരിചയമില്ല. ആ ഖുർആൻ പറഞ്ഞു കൊടുക്കും, ഞാൻ ഖുർആനാണ്, നിന്റെ ഉറക്കം കെടുത്തിയ ഖുർആൻ. എന്നെ അനുസരിച്ച് ജീവിച്ചത് കൊണ്ട് നിന്റെ പകലുകളിൽ നിനക്ക് വിശക്കേണ്ടി വന്നു, രാത്രികളിൽ എന്നെ പാരായണം ചെയ്തുകൊണ്ട് ഉറക്കൊടിയേണ്ടി വന്നു. എല്ലാ കച്ചവടക്കാരും ഏറ്റവും നല്ല ലാഭം കൊഴിയുന്ന ഒരു ദിവസമുണ്ട്, നിന്റെ കച്ചവടത്തിൽ നീ ഏറ്റവും വലിയ ലാഭം കൊഴിയുന്ന ദിവസമാണെന്ന് എന്ന ഖുർആൻ അയാളോട് പറയുന്നതാണ്. എന്നിട്ട് അയാളുടെ തലയിലേക്ക് വിലമതിക്കാനാവാത്തൊരു കിരീടം വെച്ചു കൊടുക്കും.
ഹശ്റിന്റെ മൈതാനിയിൽ മനുഷ്യർ എങ്ങനെ ഉണ്ടാവുക? നൂൽബന്ധമില്ലാതെ വിവസ്ത്രരായിക്കൊണ്ട് ഏറ്റവും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നിന്യത നൽകുന്ന ഒരു രംഗമാണ് മഅ്ശറ. അവിടെ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഈ മനുഷ്യന്റെ തലയിലേക്ക് കിരീടമാണ് വെച്ചു കൊടുക്കുന്നത്. ആ മനുഷ്യന് ഉടയാടകൾ നൽകും. അയാളുടെ കയ്യിലേക്ക്, വലത് കൈയിലേക്ക് ഖുൽദ് നൽകും, മനശ്വരത നൽകും. ഇനി ഒരിക്കലും അയാൾ നശിക്കില്ല. അയാളുടെ ഇടത് കൈയിലേക്ക് വലിയ രാജാധികാരം നൽകും. ആ സ്വർഗം കാണുമ്പോ വലിയ വലിയ രാജാധികാരങ്ങൾ റസൂലെ തങ്ങൾക്ക് കാണാമെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? ആ രാജാധികാരം ഇടത് കൈയിലേക്ക് നൽകും. എന്നിട്ട് അയാളോട് പറയപ്പെടും, ഖുർആൻ, നീ ഖുർആൻ ഓതിക്കൊള്ളുക, ഖുർആൻ പാരായണം ചെയ്യുക. ആ മനുഷ്യൻ പാരായണം ചെയ്യാൻ തുടങ്ങും. സൂറത്തുൽ ഫാത്തിഹ തൊട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു, ഓരോ വചനങ്ങളും പാരായണം ചെയ്യുമ്പോൾ, ഓരോ ആയത്തുകളും പാരായണം ചെയ്യുമ്പോൾ ആർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ദറജകളുടെ പടവുകൾ, സ്വർഗീയ പടവുകൾ ആ മനുഷ്യൻ കയറി 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 അങ്ങനെ പോകുമെന്നാണ്. ഹിസാബില്ല, വിചാരണ പോലുമില്ല. അയാൾ അങ്ങനെ വലിയ സ്വർഗത്തിന്റെ പദവിയിലേക്ക് അങ്ങോട്ട് കയറി പോകും. അതേസമയം മഅ്ശറയുടെ മൈതാനിയുടെ ഏതോ ഒരു ഭാഗത്ത് ഈ മനുഷ്യന്റെ ഉമ്മയും ഉപ്പയും നിൽക്കുന്നുണ്ടാകും. അയാൾ അവരുടെ അടുത്തേക്ക് മലക്കുകൾ പോകും. ആ മലക്കുകളുടെ കയ്യിൽ ഉടയാടകൾ ഉണ്ടാകും, വസ്ത്രങ്ങൾ ഉണ്ടാകും, കിരീടങ്ങൾ ഉണ്ടാകും. മലക്കുകൾ ആ വസ്ത്രങ്ങൾ മാതാപിതാക്കൾ അണിയിക്കും. അവരുടെ തലയിലേക്ക് കിരീടങ്ങൾ വെച്ചു കൊടുക്കും. അവർ ചോദിക്കും, എന്തിനാണ് ഇതെന്തിനാണ്? ഈ കാണുന്ന മനുഷ്യർ മുഴുവൻ നഗ്നരായി നിൽക്കുമ്പോ, ഇവരെല്ലാം ഇങ്ങനെ കഴിയുമ്പോൾ ഞങ്ങൾക്ക് മാത്രം എന്തിന് വസ്ത്രം? എന്ത് നന്മയാണ് ഇതിന് മാത്രം ഞങ്ങൾ ചെയ്തിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അവരോട് പറയപ്പെടും, നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഖുർആൻ പഠിപ്പിച്ചു, നിങ്ങളുടെ മക്കളെ ഖുർആന്റെ വഴിയിൽ നിങ്ങൾ നടത്തി, അതുകൊണ്ടാണ് ഈ ബഹുമതി നിങ്ങൾക്ക് നൽകപ്പെടുന്നത് എന്നവരോട് പറയുന്നതാണ്. ഖുർആൻ പഠിക്കുന്ന മനുഷ്യർക്ക്, പ്രിയപ്പെട്ടവരെ, നാളെ പരലോകത്തും ഈ ദുനിയാവിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പ്രതിഫലങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നതാണ്. ഒരുപാട് പ്രതിഫലങ്ങൾ. വ്യക്തി ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കാൻ ഖുർആനിനേക്കാൾ മറ്റൊന്നിനും സാധിക്കില്ല എന്നത് ചരിത്രപരമായ സത്യമാണ്. ചരിത്രപരമായ സത്യം. ഖുർആന്റെ ഓരോ വാക്കുകൾ നിങ്ങളൊന്ന് നോക്ക്. അള്ളാഹുവിനെ കുറിച്ചും അവന്റെ പശ്ചാത്താപത്തെ കുറിച്ചും ഇസ്തിഗ്ഫാറിന്റെ മഹത്വത്തെ കുറിച്ചുമെല്ലാം ഖുർആനിന്റെ വാക്കുകൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ സമുദായത്തോട് പറഞ്ഞതായി അള്ളാഹു പറഞ്ഞു തന്ന വിഷയം, ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലു السماء عليكم مدرارا ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا. നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യുക, നിങ്ങൾക്ക് അല്ലാഹു സമ്പത്ത് വർദ്ധിപ്പിച്ചു തരും, നിങ്ങളുടെ സന്താനങ്ങൾ അല്ലാഹു വർദ്ധിപ്പിച്ചു തരും, നിങ്ങളുടെ കൃഷിയിടങ്ങളിൽ നല്ല സുഭിക്ഷതയുണ്ടാകും എന്നെല്ലാം ഈ പരിശുദ്ധ ഖുർആന്റെ സൂറത്തുൽ ഹൂദിൽ നമുക്ക് കാണാൻ കഴിയും. വഅസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി യുമത്തിഉകും മതാഅൻ ഹസനൻ ഇലാ അജലിൻ മുസമ്മാ. നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുക, അവൻ നിങ്ങൾക്ക് നിങ്ങളുടെ അവധി വരെ സുന്ദരമായ ജീവിതം നൽകുക തന്നെ ചെയ്യും. നിങ്ങളുടെ സമ്പത്തിൽ അവൻ വർധനവുണ്ടാക്കും. ഖുർആനിന്റെ ആയത്തുകൾ, പ്രിയപ്പെട്ടവരെ, മനസ്സിരുത്തി വായിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഈ ദുനിയാവും നാളെ പരലോകവും ഏറ്റവും നന്നാക്കി മാറ്റാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്. വ്യക്തി ജീവിതത്തിൽ, ഇനി കുടുംബ ജീവിതത്തിന്റെ രംഗമെടുത്ത് നോക്കുമ്പോ, ലോകത്തൊരു ഗ്രന്ഥവും മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന കാര്യത്തിൽ ഖുർആൻ കാണിച്ച നിഷ്കർഷത, ഖുർആൻ കാണിച്ച ആ ഒരു ധൈര്യവും നിഷ്കർഷതയും, ഖുർആൻ പറഞ്ഞ കണിശതയും ഒരു ഗ്രന്ഥവും ഒരു സിദ്ധാന്തവും ലോകത്ത് വരെ മുന്നോട്ട് വെച്ചിട്ടില്ല എന്നുള്ളതാണ്. രണ്ടേ രണ്ട് ആയത്തുകളിലൂടെ ഉമ്മയും വാപ്പയും ആഗ്രഹിക്കുന്നത് എന്താണ്, വൃദ്ധ മാതാപിതാക്കൾ അവരുടെ ഹൃദയം കൊണ്ട് ആലോചിക്കുന്നത് എന്താണ് എന്ന പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി വരച്ചു വെച്ചിട്ടുണ്ട്. അല്ലാഹു പറഞ്ഞല്ലോ, വഖദാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാ وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما. നിന്റെ രക്ഷിതാവ് വിധിച്ചിരിക്കുകയാണ്, അവനെ അല്ലാതെ മറ്റാരെയും ആരാധിക്കാൻ പാടില്ല. ആരാധനകൾ മുഴുവൻ അല്ലാഹുവിന് മാത്രമാണ്. അതിന്റെ തൊട്ടടുത്ത് പറഞ്ഞത് എന്താണ്? വബിൽവാലിദൈനി ഇഹ്സാനാ. മാതാപിതാക്കളോട് നല്ല നിലയിൽ പെരുമാറണം.
ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്. നിന്റെ മാതാപിതാക്കൾ വൃദ്ധന്മാരായ അവസ്ഥയിൽ ഏതെങ്കിലും ഒരാളോ അല്ലെങ്കിൽ അവർ രണ്ടുപേരുമോ നിന്റെ ഇടച്ചുണ്ടെങ്കിൽ ഫലാ തൻഹറുഹുമാ, അവരോട് നീ കയർത്ത് സംസാരിക്കാൻ പാടില്ല. ഫലാ തഖുൽ ലഹുമാ ഉഫ്, ഛേ എന്ന വാക്ക് പോലും അവരോട് പറയാൻ പാടില്ല. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, മാന്യമായ വാക്ക് കൊണ്ട് മാത്രം അവരോട് സംസാരിക്കുക. പ്രിയപ്പെട്ടവരെ, ഉഫ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ പണ്ടേ നമ്മൾ കേൾക്കുന്നത് ഛേ എന്ന വാക്കാണ്. പക്ഷെ ഛേയേക്കാൾ ഗൗരവം കുറഞ്ഞ വാക്കാണത്. ഛേയേക്കാൾ ഗൗരവം കുറഞ്ഞ വാക്ക് പോലും നിന്റെ മാതാപിതാക്കൾ നീ പറയാൻ പാടില്ല എന്നുള്ളതാണ്. നിങ്ങൾക്കറിയോ, സ്വഹാബികളിൽ പല ആളുകളും ഉപ്പ താഴത്തെ നിലയിലുണ്ടെങ്കിൽ മുകളിലത്തെ നിലയിലൂടെ നടക്കാൻ തയ്യാറാവാത്ത സ്വഹാബികളുണ്ട്. ഉപ്പയോടുള്ള കടമകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞത്, നീയും നിന്റെ സമ്പത്തും നിന്റെ ഉപ്പാക്കുള്ളതാണെന്നാണ്. നീയും നിന്റെ സമ്പത്തും നിന്റെ ഉപ്പാക്കുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധ്യാപനങ്ങൾ കണ്ടാൽ, മാതാപിതാക്കളോടുള്ള കടമകൾ പറയുന്ന സ്ഥലത്തുള്ള പ്രവാചകന്റെ കണിഷ്ഠത കണ്ടാൽ പ്രിയപ്പെട്ടവരെ അത്ഭുതപ്പെട്ടു പോകുന്ന. എന്നിട്ട് അല്ലാഹു പറയുന്നു, വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, നീ നിന്റെ താഴ്മയുടെ ചിറക് നീ അവർക്ക് വിരിച്ചു കൊടുക്കണം. നീ ഭയങ്കര സമൂഹമായിരിക്കും, നാട്ടിൽ മുഴുവൻ പേര് കേട്ട ആളായിരിക്കും. ആരോട് അഭിപ്രായം പറഞ്ഞാലും നിന്റെ അഭിപ്രായം അവിടെ എടുക്കുള്ളൂ. പക്ഷേ നിന്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുക്കുമ്പോ നിന്റെ മാതാപിതാക്കളുടെ വാക്കുകൾ നീ ആരായണം. അവരുടെ മുന്നിൽ നിന്റെ താഴ്മയുടെ ചിറക് വിരിച്ചു കൊടുക്കണം. എന്നിട്ടോ വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, നീ നിന്റെ റബ്ബിനോട് പറയുകയും ചെയ്യണം. അവരുടെ മുമ്പെന്നല്ല, അവരുടെ അസാന്നിധ്യത്തിൽ, അവരുടെ മരിച്ചുപോയാൽ നീ റബ്ബിനോട് പറയണം, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, അല്ലാഹുവേ എന്റെ ഉമ്മയും ഉപ്പയും എപ്രകാരമാണോ എന്റെ ശൈശവത്തിൽ എന്നെ സംരക്ഷിച്ചത്, അപ്രകാരം നീ അവർക്ക് കരുണ ചെയ്യണേ അല്ലാ എന്ന് ആത്മാർത്ഥമായി അല്ലാഹുവിനോട് പറയുകയും ചെയ്യണം. ഈ ദുആ പഠിപ്പിക്കുന്നതിലൂടെ പഠിച്ചോ ചെയ്തെന്താ അറിയാം, മേലെ പറഞ്ഞ കാര്യങ്ങളൊന്നും കേവലം അഭിനയങ്ങളായി മാറരുത്. ഉപ്പാനോട് ചിരിച്ചിട്ട് ഉള്ളിൽ തെറി വിളിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവാൻ പാടില്ല. ഉമ്മയുടെ ഉപ്പയോടും താഴ്മയോടെ പെരുമാറുക, എന്നിട്ട് ഉള്ളിൽ വേറൊരു സ്വഭാവം ഉണ്ട്, അത് പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ദുആ ആത്മാർത്ഥമായി ചെയ്യാൻ പറ്റില്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ സീല് വെക്കാണ്. മാതാപിതാക്കളോടുള്ള കടമകളിൽ എന്തെങ്കിലും ഒരു കുറവ് വരുത്തുന്ന വിഷയത്തിൽ എത്ര സ്ഥലങ്ങളിൽ ووصينا الإنسان بوالديه إحسانا حملته أمه وهنا على وهن وفصاله في عامين. ഇത് ഖുർആൻ ഇത് പറയുമ്പോൾ ഒരു സ്ത്രീയുടെ, ഒരു ഉമ്മയുടെ വേദന എന്താണെന്ന് ആ വരികൾക്കിടയിലൂടെ കൃത്യമായി വായിക്കാൻ നമുക്ക് കഴിയും. എന്തുകൊണ്ടാണെന്നറിയോ നിങ്ങൾക്ക്? എന്തുകൊണ്ടാണെന്നറിയോ? ആ വാക്കുകൾ പറയുന്നത് ആ ഉമ്മയ്ക്ക് ആ രീതികളും ആ പ്രകൃതങ്ങളും നിർണയിച്ചു കൊടുത്ത പടച്ചോൻ അത് പറയുന്നത് കൊണ്ടാണ്. അള്ളാഹു അത് പറയുന്നത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് പടച്ച റബ്ബിന്റെ വാക്കുകൾക്ക് ഇത്രമായം കാർക്കശ്യവും കണിശതയും മാതാപിതാക്കളുടെ വിഷയത്തിൽ? ഒരു ഉമ്മ ഗർഭം ചുമക്കുന്ന സമയത്ത് അനുഭവിക്കുന്ന മാനസികവും ശാരീരികവുമായ തളർച്ചകൾ കൃത്യമായി അറിയുന്ന പടച്ചോന്റെ വാക്കുകളാണത്, അള്ളാഹുവിന്റെ വാക്കുകളാണത്. മനുഷ്യ ഹൃദയങ്ങളുടെ മന്ത്രങ്ങളും അവന്റെ ആവശ്യങ്ങളും വേവലാദികളും ആവലാദികളും മുഴുവനും അറിയുന്ന അള്ളാഹുവിന്റെ വാക്കുകൾ. ആ വാക്കുകൾക്ക് അത്രയും കട്ടി. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, കുടുംബജീവിതത്തിലെ ആണിക്കല്ലുകളായ മാതാപിതാക്കളോടുള്ള കടമയുടെ വിഷയത്തിൽ ഇത്രമാത്രം മനുഷ്യരാശിക്ക് വെളിച്ചം വീശിയ മറ്റൊരു ഗ്രന്ഥത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഇനി ആ ഗ്രന്ഥത്തിൽ നിന്ന് ആ ഒരു ആശയവും ആദർശവും ഉൾക്കൊണ്ട ആളുകൾ ജീവിതത്തിൽ ഈ വിഷയത്തിൽ കാണിക്കുന്ന കണിശത മറ്റൊരു സമുദായത്തിൽ നിങ്ങൾക്ക് കാണാനും കഴിയില്ല. കൂണുപോലെ മുളച്ചു പോകുന്ന വൃദ്ധസദനങ്ങളിൽ മാതാപിതാക്കളെ കൊണ്ടുപോയി ചേർത്ത് ശമ്പളത്തിന്റെ 5%, 10% അവിടെ കൊണ്ടുപോയി തള്ളിക്കൊടുത്ത് മാതാപിതാക്കൾ ഭയങ്കര സുഖത്തിലാണെന്ന് വിശ്വസിക്കുന്ന ആളുകളുടെ ജീവിതം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്. ഖുർആനുമായി ബന്ധമുണ്ടാവില്ല മക്കൾക്ക്. ഖുർആനുമായി ബന്ധമുള്ള മക്കൾ കോടികൾ കിട്ടുമെന്ന് പറഞ്ഞാലും ലക്ഷങ്ങൾ സാലറി കിട്ടുമെന്ന് പറഞ്ഞാലും ഉമ്മയെയും വാപ്പയെയും സേവിക്കാനുള്ള അവരുടെ തൃപ്തി നേടാനുള്ള അവസരം ഒരിക്കലും കളഞ്ഞു കുടിക്കുകയില്ല. കുടുംബജീവിതത്തിൽ വ്യക്തമായ വെളിച്ചം പരിശുദ്ധ ഇസ്ലാം വീശിയിട്ടുണ്ട്. ഇനി സാമൂഹ്യ ജീവിതത്തിലേക്ക് വരാം. സൂറത്തുൽ ഹുജറാത്തിന്റെ 3 ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന 6ഓളം ഉപദേശങ്ങളുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ
ലാ യസ്ഖറ ഖൗമുൻ മിൻ ഖൗം അസാ അൻ യകൂനു ഖൈറൻ മിൻ മുഴുവൻ വിശദീകരിക്കുന്നില്ല. ആ ആയത്തും അതിന്റെ തൊട്ടടുത്തുള്ള ആയത്തുകളും നിങ്ങൾ പരസ്പരം പരിഹസിക്കരുത്. പരിഹാസം വലിയ കഴിവായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ട്രോൾ എന്നത് പരിഹാസത്തിലൂന്നിയ കലയാണ്. ഒരാൾക്ക് എന്തെങ്കിലും ഒരു അബദ്ധം സംഭവിച്ചാൽ, എന്തെങ്കിലും ഒരു സ്കൈദം സംഭവിച്ചാൽ അതിനെ ട്രോളുക, കളിയാക്കുക, പരിഹസിക്കുക, എന്നിട്ട് ആസ്വദിക്കുക. ആ ഒരു രീതി നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. അള്ളാഹു പറയുന്നത്, നിങ്ങൾ പരിഹസിക്കരുത്, കുത്തുവാക്കുകൾ പറയരുത്, ചീത്തപ്പേരുകൾ വിളിക്കരുത്, ഊഹിക്കരുത്, ചുഴിഞ്ഞന്വേഷിക്കരുത്, പരസ്പരം നിങ്ങൾ കുറ്റം പറയരുത്. 6ഓളം ഉപദേശങ്ങൾ ഈ 2 ആയത്തുകളിലൂടെ അള്ളാഹു നമുക്ക് പറഞ്ഞിരുന്നു. എന്നിട്ട് പഠിച്ചു പറയാണ്, യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, വിശ്വാസികളെ നല്ല വിളിച്ചത്, അല്ലയോ ജനങ്ങളെ, ഇന്നാ ഖലഖനാകും, നാമാണ് നിങ്ങളെ പഠിച്ചത്, നാമാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. എങ്ങനെയാണ് സൃഷ്ടിച്ചത്? മിൻ ദക്കരിൻ വ ഉൻസ, ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ മുഴുവനും നാം പഠിച്ചിരിക്കുന്നത്. വജഅൽനാകും ശുഊബൻ വ ഖബായിൽ, നിങ്ങളെ ശുഊബുകളായും ഖബായിലുകളായും ഗോത്രങ്ങളായും വർഗ്ഗങ്ങളായും നിങ്ങൾ തരംതിരിച്ചത് ഒരേ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമാണ്. ലിതആറഫു, നിങ്ങൾ പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടി മാത്രമാണ്. ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും, നീ ഇന്ന് ഏത് ഗോത്രത്തിലാവട്ടെ, ഏത് കുടുംബത്തിലാവട്ടെ, ഏത് ജാതിയിലാവട്ടെ, ഏത് രാഷ്ട്രത്തിലാവട്ടെ, ഏത് ഭാഷക്കാരനാവട്ടെ, ഏത് നിറക്കാരനാവട്ടെ, നിന്റെ ഉത്കൃഷ്ടതയും നികൃഷ്ടതയും നിർണയിക്കുന്നത് ഈ പറഞ്ഞ ഘടകങ്ങളൊന്നുമല്ല, മറിച്ച് നിന്റെ ജീവിതത്തിലുള്ള മതനിഷ്ഠയും അല്ലാഹുവിനോടുള്ള സൂക്ഷ്മതയുമാണ് എന്ന് പടച്ചോൻ പഠിപ്പിച്ചു തരാൻ. പ്രിയപ്പെട്ടവരെ, സാമൂഹ്യ മേഖലകളിൽ കെട്ടുറപ്പുള്ള സംസ്കാര സമ്പന്നമായ ഒരു സമുദായം എപ്രകാരമാണ് ഉണ്ടായിത്തീരുക എന്നതിലേക്ക് ഒളിച്ചു വീശി പരിശുദ്ധ ഖുർആൻ ഇന്ന് സമൂഹം അനുഭവിക്കുന്ന ഏറ്റവും വലിയ തിന്മയാണ് ലഹരി എന്ന് പറയുന്നത്. സ്വന്തം ഉമ്മാനെയും വാപ്പാനെയും മാതാപിതാക്കളെ കൊലപ്പെടുത്താൻ മടിയില്ലാത്ത യുവാക്കൾ, സ്വന്തം സഹോദരനെ തലക്കടിച്ചു കൊല്ലാൻ മടിയില്ലാത്തവർ, സ്വന്തം ഉമ്മയുടെ നേരെ ലൈംഗിക ചേഷ്ടകൾ കാണിക്കാൻ തയ്യാറില്ലാത്തവർ, മടിയില്ലാത്തവർ, ഇതെല്ലാം ലഹരി ഉപയോഗം കൊണ്ട് സമൂഹം അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ലഹരിയിൽ നിന്ന് മുക്തമായ ഒരു സമുദായത്തോടല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചത്. ആ ലഹരിയെ സ്നേഹിക്കുകയും ആ ലഹരിയെ പുൽകുകയും ആ ലഹരി ഒരു ഉപവാസം പോലെ അനുഷ്ഠിക്കുകയും ചെയ്ത ഒരു സമുദായത്തിലേക്കാണ് പരിശുദ്ധ ഖുർആൻ അവതരിക്കുന്നത്. ഘട്ടം ഘട്ടമായി ആ വലിയ തിന്മയെ വേരോടെ പിഴുതെറിഞ്ഞു പരിശുദ്ധ ഖുർആൻ. ഒന്നാമത്തെ ഘട്ടം ഏതാണ്? യസ്അലൂനക അനിൽ ഖംറി വൽ മൈസിർ ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീർ വമനാഫിഉ ലിന്നാസ് വഇസ്മുഹുമാ അക്ബറു മിൻ നഫഇഹിമാ. ഒന്നാമത്തെ മദ്യത്തിനെതിരെയുള്ള ആയത്താണ്. റസൂലേ, അങ്ങയോട് മദ്യത്തെക്കുറിച്ച് അവർ ചോദിക്കുന്നു. ആ മദ്യത്തിൽ എന്തെങ്കിലും ചില ഉപകാരങ്ങളൊക്കെ ഉണ്ടായേക്കാം, പക്ഷേ വഇസ്മുഹുമാ അക്ബറു മിൻ നഫഇഹിമാ, അതിന്റെ നഷ്ടം, അതിന്റെ പാപം, അതിൽ നിന്നുണ്ടാകുന്ന ഉപകാരത്തെക്കാൾ എത്രയോ വലുതാണ് എന്ന് ഖുർആൻ അവിടെ പറഞ്ഞിരുന്നു. രണ്ടാമത്തെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തഖറബുസ്സലാ, നിങ്ങൾ നമസ്കാരത്തിലേക്ക് അടുത്തു പോകാൻ പാടില്ല. വഅൻതും സുഖാറ, നിങ്ങൾ മദ്യലഹരിയിലായിക്കൊണ്ട്, ഹത്താ തഅലമൂ മാ തഖൂലൂൻ, നിങ്ങൾ പറയുന്നത് എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നത് വരെ. രണ്ടാമത്തെ ഘട്ടമാണ്. മൂന്നാമത്തെ ഘട്ടത്തിൽ അല്ലാഹു ആ മദ്യത്തിനെ മണ്ണിട്ട് മൂടാൻ. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസിർ വൽ അൻസാബ് വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. സത്യവിശ്വാസികളെ, നിശ്ചയം ചൂതാട്ടവും മദ്യവും പിശാചിൽ നിന്നുള്ളതാണ്. എന്നിട്ട് ആയത്തിലൂടെ അവസാന ഭാഗത്ത് അല്ലാഹു പറയുന്നു, ഫഹൽ അൻതും മുൻതഹൂൻ, പിന്തിരിയാൻ നിങ്ങൾ തയ്യാറില്ലേ? നിങ്ങൾ ഒഴിവാക്കാൻ തയ്യാറാണോ? മാറാൻ നിങ്ങൾ തയ്യാറാണോ? ഖുർആനിന്റെ ആ വാക്കുകൾ മാത്രം മതിയായിരുന്നു മദീനയുടെ തെരുവീതികളിലൂടെ മദ്യത്തിന്റെ പുഴ ഒഴുകാൻ. ചരിത്രം അങ്ങനെയാണ് പറയുന്നത്. മദ്യത്തിന്റെ നേരത്തെ ഒരു ചാലിങ്ങനെ ഒഴുകി, അത്രമാത്രം മദ്യത്തിന്റെ വീപ്പകൾ വീടിന്റെ അകത്തറകളിൽ സൂക്ഷിച്ച ആ സമുദായം പിന്നീട് ഈ തീയതി വരെ 2022 നമ്മൾ ഇവിടുന്ന് സംസാരിക്കുന്നത് വരെ ആ നാട് മദ്യം കണ്ടിട്ടില്ല. അങ്ങനെ ഒരു മദ്യ നിരോധനം നമ്മൾ വേറെ എവിടെയാണ് കണ്ടിട്ടുള്ളത്? വേറെ എവിടെയാണ് നമുക്ക് ദർശിക്കാൻ കഴിയുക? കെട്ടുറപ്പുള്ള സമുദായത്തിന്റെ സൃഷ്ടിയിൽ ഏറ്റവും മുൻപന്തിയിൽ എല്ലാ ഗ്രന്ഥങ്ങളെയും കവച്ചു വെച്ച് പരിശുദ്ധ ഖുർആൻ എന്നും മുന്നിലുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ വൈയക്തിക, സാമ്പത്തിക, സാമൂഹിക, കുടുംബ മേഖലകളിലെ എല്ലാ ചോദ്യങ്ങൾക്കും പരിശുദ്ധ ഖുർആനിൽ മറുപടിയുണ്ട്. പരിശുദ്ധ ഖുർആനിൽ പരിഹാരമുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലൂടെ കുടുംബങ്ങളും വ്യക്തികളും സമൂഹവും ആ മറുപടികൾ കണ്ടെത്തുമാറാകട്ടെ.
ആ പരിഹാരങ്ങൾ കണ്ടെത്തുമാറാകട്ടെ. ഖുർആനിലൂടെ വളരുന്ന, ഖുർആനിലൂടെ നൂറ് കിട്ടുന്ന, വെളിച്ചം കിട്ടുന്ന ഒരു വിഭാഗം ആളുകൾ ഈ സ്ഥാപനത്തിലൂടെ വളർന്നു വരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പരിശുദ്ധ ഖുർആൻ ജീവിതത്തിൽ സ്വീകരിക്കാനും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആ ഖുർആനിന്റെ വെളിച്ചം കൊണ്ടു നടക്കാനും സ്വീകരിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതാ ഞങ്ങൾ ഇന്ന് വന്നുപോയ ചെറുതു വലുതുമായ തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണേ റബ്ബേ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും രഹസ്യത്തിലും പരസ്യത്തിലും സംശുദ്ധിക്കാത്ത സൂക്ഷിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ. അതാ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوة يا قاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا